ഒരു മാസം ഞങ്ങൾ പൂർത്തീകരിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങൾക്ക് ആഹാരവും ധരിപ്പാൻ വസ്ത്രവും പാർപ്പിടവും നൽകി നീ ഞങ്ങളെ ക്ഷേമത്തോടെ കാത്ത കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഹൃദയം കൊണ്ട് അങ്ങേ സ്തുതിപ്പാൻ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമായ ഞങ്ങളുടെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്രാഴ്ചകളെ അങ്ങ് സ്വീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് ഇന്ത്യയിലുള്ളവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇന്ത്യയിൽ നിന്നുള്ളതായിരുന്നു ഈ ദിവസത്തെ ഓർക്കുകയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിലെ ലീഡേഴ്സിനെ, പ്രത്യേകിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, പാർലമെന്റ് അംഗങ്ങൾ, അതേപോലെ ഓരോ സ്റ്റേറ്റിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സ്, അതേപോലെ ലെജിസ്ലേറ്റീവിന്റെ മെമ്പേഴ്സിനെല്ലാം നമുക്ക് ഓർക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള വൈവിധ്യത്തിലൂടെ മുന്നേറുന്ന ഒരു രാജ്യം. ഇന്നത്തെ ലോകത്തിലേറ്റവും ഏതാണ് വലുത് എന്നുള്ളൊരു ചോദ്യമാണ്. മാൻ പവർ ആണോ, AI ആണോ എന്നുള്ള ഒരു വലിയ ഡിബേറ്റിലൂടെ അല്ലെങ്കിൽ അത് ഏതാണെന്ന് പ്രൂവ് ചെയ്യുവാൻ പോകുന്നതായ ഒരു ലോകക്രമത്തിൽ നമ്മുടെ രാജ്യങ്ങൾ പോകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ US വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു നേഷനിൽ നമ്മളായിരിക്കുന്നു. പുതുതായിട്ട് ഇലക്റ്റഡ് ആയിരിക്കുന്ന പ്രസിഡന്റ് ട്രംപിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മെമ്പേഴ്സ്, വിവിധ ഓഫീസ് ഹെഡിനെയൊക്കെ അല്ലെങ്കിൽ പല നേതാക്കന്മാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള സമയമാണ്. ഒരുപാട് ഡിസിഷൻസ് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ബ്ലെസ്സിംഗ് ആയി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്ക് ആവശ്യമായിട്ടുള്ള വിവേകവും ദൈവിക പരിജ്ഞാനം നൽകി വഴിനിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യം അർഹിക്കുന്ന രീതിയിൽ അത് എല്ലാവർക്കും ലഭിക്കേണ്ടതിന് ഇടയാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ്, അദ്ദേഹം എങ്ങനെയാണ് സർവൺ ചെയ്യുന്നത്, എങ്ങനെയാണ് കർത്താവിന്റെ ശുശ്രൂഷ, ഒരു വിപ്ലവത്തിന്റെ പ്രസംഗം, ഒരു വലിയൊരു ലിബറേഷന്റെ പ്രസംഗം അദ്ദേഹം നടത്തുന്നതായിട്ട് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് മനസ്സിലാക്കുന്ന വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ അങ്ങനെ വായിക്കും. എന്നാൽ ഇന്ന് ഞാൻ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ഒരു വാക്യമാണ്. അത് സങ്കീർത്തനം 33, സങ്കീർത്തനം 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാൻ നിങ്ങളായിരിക്കും. ഒരാൾ വായിച്ചിട്ട് 33-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഇവിടെ വായിക്കുമ്പോൾ വളരെ നമ്മളെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. നമുക്ക് സങ്കീർത്തനം നിരന്തരം വായിക്കുകയാണെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് സാങ്സ്, അത് 32, 37, അതേപോലെ തന്നെ
സാം 60 അല്ലെ, ആ ഒരു 62, 67, 69 വരുന്ന സങ്കീർത്തനങ്ങൾ. പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 100 കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് സങ്കീർത്തനങ്ങൾ, 103 ആ ഒരു ശ്രേണിയിൽ വരുന്ന സങ്കീർത്തനങ്ങൾ, പിന്നെ 120 ആ ഒരു ശ്രേണിയിൽ വരുന്ന സങ്കീർത്തനങ്ങൾ, 130 to 145 ആ ഒരു ശ്രേണി. ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആണ്. ഏകദേശം ഒരേ ടോണിലുള്ള അല്ലെങ്കിൽ ഒരേ ആശയങ്ങൾ പങ്കിടുന്നതായിട്ടുള്ള സങ്കീർത്തനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറെ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് വായിക്കുന്നതായിട്ടുള്ള സങ്കീർത്തനം അത് നമ്മളെ ഒരു രീതിയിൽ നമ്മെ എംപവർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഓൺ ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ഉടയവനായിരിക്കുന്ന ദൈവം തമ്പുരാന്റെ ഒരു വലിയ ദൃഷ്ടിയെപ്പറ്റി അല്ലെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെയാണ്